ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് CTRL അഥവാ കൺട്രോൾ എന്ന ഹിന്ദി മൂവിയാണ്. സോഷ്യൽ മീഡിയയും എയും ഒക്കെ നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യുമെന്ന് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുകയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായികയായ നെല്ലയും നായകനായ ജോയും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും കോളേജ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. പിന്നീട് ഇവർ പ്രണയത്തിലാവുകയും ചെയ്യുന്നുണ്ട്. നെല്ലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ബീന. കോളേജൊക്കെ കഴിഞ്ഞ ശേഷം നെലയും ജോയും ചേർന്നിട്ട് ഒരു ചാനൽ തുടങ്ങുന്നു. അവരുടെ രണ്ടുപേരുടെയും പേരുകൾ കൂട്ടിച്ചേർത്ത് എൻജോയ് എന്നായിരുന്നു അവരുടെ ചാനലിന്റെ പേര്. അവർ ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ആക്ടിവിറ്റീസും അവരുടെ ട്രാവലും എല്ലാം തന്നെ അവർ തങ്ങളുടെ ചാനലിലൂടെ പങ്കുവച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് നെലയും ജോയും ഇടം നേടി. ഒരുപാട് ബ്രാൻഡുകൾ അവരുമായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 5 വർഷമായി അവർ റിലേഷൻഷിപ്പിലായിട്ട്. അവരുടെ 5th ആനിവേഴ്സറിക്ക് നെലയാകട്ടെ ജോയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ജോയോട് അവൾ പറഞ്ഞത് നാളെയാണ് നമ്മുടെ ആനിവേഴ്സറി പാർട്ടി എന്നാണ്. എന്നാൽ ഇന്ന് രാത്രി തന്നെ അവൾ ഒരു ലൈവ് വീഡിയോ അവനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അവന് സർപ്രൈസ് കൊടുക്കാനാണ് അവൾ പോകുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവളാണ് സർപ്രൈസ് ആകുന്നത്. കാരണം ജോ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടതും ദേഷ്യം സഹിക്കവയ്യാതെ അവൾ ലൈവ് വീഡിയോ ആണ് എന്നൊന്നും ആലോചിക്കാതെ അവനുമായിട്ട് വഴക്കിടുന്നു. ആ പെൺകുട്ടിയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ആ ലൈവ് വീഡിയോ വൈറലായി. അവരുടെ ബ്രേക്കപ്പിന്റെ കാര്യങ്ങളും എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങി. ആ ലൈവ് വീഡിയോ വെച്ചിട്ട് ഒരുപാട് ട്രോളുകളും വന്നു തുടങ്ങിയിരുന്നു. കമന്റുകളൊക്കെ വായിച്ചിട്ട് നെല്ല ആകെ തകർന്നു പോയി. ആകെ തകർന്നിരുന്ന നെല്ലയെ ജോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നു അതെല്ലാം അറിയാതെ സംഭവിച്ചു പോയതാണെന്ന്. ഞാനും ആ പെണ്ണും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയം അറിയാതെയാണ് ആദ്യമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. അവൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും അതിലൊരു മെമ്പറാണ് അവളെന്നുമാണ് പറയുന്നത്. എന്ത് ഗ്രൂപ്പ്, നിങ്ങൾ എന്താണ് അതിൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ അതൊന്നും അവളോട് തുറന്ന് പറയുന്നില്ല. അവൾ അവനോട് വഴക്കിടാൻ തുടങ്ങുമ്പോൾ അവൻ പറയുന്നുണ്ട് നിന്റെ ലൈഫ് ആകട്ടെ സോഷ്യൽ മീഡിയയിലാണ്. നീ എന്നും ആലോചിക്കുന്നത് എന്ത് പോസ്റ്റ് ചെയ്യണം, ഏത് ഫോട്ടോ എടുക്കണം, നാളെ എന്ത് വ്ലോഗ് ചെയ്യണം എന്നൊക്കെയാ. നീ റിയൽ ലൈഫിലല്ല ജീവിക്കുന്നത്. ഇത് കേട്ട് അവൾ ദേഷ്യപ്പെടുന്നു. ഇത്രയും കാലം നീ ഇതിനൊക്കെ കൂട്ടുവന്നതല്ലേ? ഈ ഫെയിമും പൈസയെല്ലാം അങ്ങനെ ഉണ്ടായതല്ലേ? എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ നിനക്കിപ്പോ സോഷ്യൽ മീഡിയ ഇഷ്ടമല്ലേ? ഇപ്പൊ നീ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആവുന്ന എന്തിനാണെന്ന് ചോദിച്ച് അവൾ വഴക്കിടുന്നു. നിനക്ക് എന്നെ മടുത്തെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞാൽ മതി, അല്ലാതെ ഓരോ കാരണങ്ങളൊന്നും കണ്ടെത്തണ്ട. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ദിവസവും സോഷ്യൽ മീഡിയ മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടാന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവര് ബ്രേക്കപ്പ് ആവുകയാണ്. ജോയും നെല്ലയും ബ്രേക്കപ്പ് ആയതോടുകൂടി അവരുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒരുപാട് കമന്റ് ചെയ്യാൻ തുടങ്ങി. ജോ ഇല്ലാതെ നെല്ലയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നും അവൾ വെറും വട്ടപൂജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജോയായിരുന്നു എഡിറ്റിംഗും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. തന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നെല്ലയ്ക്കും മനസ്സിലായി. അവൾ തന്റെ വിഷമങ്ങൾ ബീനയോട് പറയുന്നു. ബീനി ഒരു ലോയർ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവൾ തിരക്കിലായിരുന്നു. നെല്ല അന്നാകട്ടെ തന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ജോയും അവളുമായിട്ടുള്ള ഫോട്ടോയിൽ ജോയുടെ ഫോട്ടോ മാത്രം കറുപ്പിച്ച ശേഷം ജോ ഇല്ലാതെ എനിക്കിനെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലായിരുന്നു ഒരു ഹാഷ്ടാഗ് കൊടുത്തിരുന്നത്. അതിലെല്ലാം തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നത്. എന്നാൽ അതിലൊരു കമന്റ് അവൾ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇവനെ ഫുള്ളായിട്ട് എറേസ് ചെയ്യാൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ A എന്നായിരുന്നു ആ ഒരു ആപ്പിന്റെ പേര്. അങ്ങനെ അവൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ആ ആപ്പ് ഓപ്പൺ ആക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഇമെയിലും പാസ്വേഡും എല്ലാം കൊടുത്തിട്ട് അതിൽ ലോഗിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് AI അവതാർസ് അതിലുണ്ടായിരുന്നു. അതിലൊരെണ്ണം അവൾ സെലക്ട് ചെയ്യുന്നു. തന്റെ പേര് തിരിച്ചിട്ട ശേഷം ആ AIക്ക് അവൾ അലൻ എന്ന പേരും കൊടുക്കുന്നുണ്ട്. ഇനി ആ AI ആയിരിക്കും അവളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. അവളുടെ പ്രശ്നങ്ങളെല്ലാം അത് മാറ്റി കൊടുക്കും. ആ AI അവളോട് സംസാരിക്കുകയാണ്. നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നു. ജോയും താനും തമ്മിലുള്ള എല്ലാ പിക്സിൽ നിന്നും ജോയെ ഒഴിവാക്കണം. മാത്രമല്ല എനിക്ക് പുതിയ ചാനൽ തുടങ്ങിയും വേണം. അതിൽ ഞാൻ വീണ്ടും ഫേമസ് ആവുകയും വേണം. ആ AI പറയുന്നുണ്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ നിന്റെ കമ്പ്യൂട്ടറിന്റെ ഫുൾ കൺട്രോൾ എന്റെ കയ്യിലായിരിക്കണം. എല്ലാത്തിലുമുള്ള ആക്സസ് എനിക്ക് തന്നെങ്കിലേ പറ്റൂ. നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നു. അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിനെല്ലാമുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 ലക്ഷത്തോളം ഫോട്ടോസ് ആണ് ആ AI അതിൽ നിന്ന് എടുക്കുന്നത്. 19,000 വീഡിയോസും ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം തന്നെ ജോയെ എറേസ് ചെയ്ത് കളയുകയാണത്. അതിന് ഏകദേശം 90 ദിവസമെങ്കിലും വേണ്ടി വരും. അത്രയും ദിവസം ഞാൻ ഇതിൽ പണിയെടുക്കണം. അതിനെല്ലാം തന്നെ അവള് പെർമിഷൻ കൊടുക്കുകയാണ്. മാത്രമല്ല അവളുടെ ലൈഫിന്റെ കൺട്രോൾ തന്നെ ആ AI ഏറ്റെടുക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പോസ്റ്റ് ചെയ്യണം, ഏതൊക്കെ വീഡിയോസ് ചെയ്യണം എന്നെല്ലാം തന്നെ AI പറഞ്ഞു കൊടുക്കും. അവൾക്ക് എഡിറ്റിംഗ് എല്ലാം തന്നെ AI ചെയ്തു കൊടുക്കും. അതിലൂടെ അവള് വീണ്ടും ഫേമസ് ആവുകയും ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് തന്റെ ലൈഫ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ AI നിർദ്ദേശപ്രകാരമാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവളുടെ ഫ്ളാറ്റിലുണ്ടായിരുന്ന ജോയുടേതായുള്ള എല്ലാ സാധനങ്ങളും അവൾ നശിപ്പിക്കുന്നു. എൻജോയ് എന്ന പേരിൽ അവിടെ ഉണ്ടായിരുന്ന ബോർഡ് വരെ അവൾ തല്ലിപ്പൊട്ടിക്കുന്നു. ഇതെല്ലാം വീഡിയോ ആക്കി അവൾ പുതിയ ചാനൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. അത് വളരെയധികം ഹിറ്റ് ആവുകയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്
അവളെ തേടി വരികയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും നെല്ല സക്സസ് ആവുകയാണ്. അവളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയും ഒരുപാട് കൊളാബ് അവൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 20 ബ്രാൻഡുകളാണ് അവളുമായിട്ട് കൊളാബ് ചെയ്യാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ അവളുടെ മീറ്റിംഗ് എല്ലാം തന്നെ അവളെ ഓർമ്മിപ്പിക്കുന്നതും ഷെഡ്യൂൾ ചെയ്യുന്നതും എല്ലാം തന്നെ ഈ AI ആണ്. ഫുൾ ടൈം അവളുടെ ലാപ്ടോപ്പിൽ ഈ AI ഓപ്പൺ ആയിരിക്കുമായിരുന്നു. അതിനിടെ ജോ അവളെ കാൾ ചെയ്യുന്നുണ്ട്. അവള് ചീറ്റർ ജോ എന്നാണ് അതിൽ സേവ് ചെയ്തിരുന്നത്. ഫോൺ എടുക്കാതെ കട്ട് ചെയ്ത് കളയുന്നു. കുറച്ചു കഴിയുമ്പോൾ ജോ അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. പുറത്തുള്ള ക്യാമറയിലൂടെ അവളത് കാണുന്നു. ആ ക്യാമറയിൽ അവന്റെ വോയിസ് എല്ലാം തന്നെ റെക്കോർഡ് ആകുന്നുണ്ടായിരുന്നു. ജോ പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ വന്നത് നമ്മുടെ ബ്രേക്കപ്പിനെ പറ്റി സംസാരിക്കാനല്ല എന്നും മറ്റൊരു കാര്യം സംസാരിക്കാനാണെന്നും. എനിക്കിത് നിന്നോട് പറഞ്ഞേ പറ്റൂ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നെല്ലയാകട്ടെ ഇതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കുന്നില്ല. അവൾ ഡയറക്റ്റ് സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്റെ വീടിന്റെ പുറത്തൊരാൾ വന്നു നിൽപ്പുണ്ട്, അവനെ പിടിച്ചുകൊണ്ടു പോകാൻ. ആ AI ആകട്ടെ അപ്പോഴും അവരുടെ ഫോട്ടോസിൽ നിന്നും ജോയെ എറേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതൊരു സൈഡിൽ കൂടെ അതിന്റെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നെല ലാപ്ടോപ്പിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയതും ജോയുടെ ഒരു മെസ്സേജ് അതിലേക്ക് വരുന്നുണ്ട്. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുക, അതെന്തായാലും നീ അറിഞ്ഞിരിക്കണമെന്നുമാണ് അവൻ അതിൽ എഴുതിയിരുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ നേരിട്ട് കണ്ടത് സംസാരിക്കണം. വൈകുന്നേരം 5 മണിക്ക് ഒരിടത്ത് മീറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു മെസ്സേജ് വന്നതും പെട്ടെന്ന് അവളുടെ കമ്പ്യൂട്ടർ മറ്റാരോ ഉപയോഗിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഒരു ഡെവലപ്പർ മോഡ് ഓൺ ആകുന്നു. എന്നിട്ട് അവളുടെ മൗസിന്റെ കഴ്സർ എല്ലാം തന്നെ തനി അനങ്ങുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ മെസ്സേജ് ഓപ്പൺ ആക്കിയ ശേഷം അതിന് അവള് റിപ്ലൈ കൊടുക്കുന്ന പോലെ അത് ടൈപ്പ് ചെയ്യുകയാണ്. താൻ ഉറപ്പായും വരുമെന്ന് പറഞ്ഞിട്ടാണ് അത് റിപ്ലൈ കൊടുക്കുന്നത്. ആ സമയത്ത് നെല്ല അവിടേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് അത് മിനിമൈസ് ആവുകയും ചെയ്യുന്നുണ്ട്. നെല്ല പോയതും വീണ്ടും അത് ഓപ്പൺ ആവുകയും ജോയുടെ മെസ്സേജും അതിന് കൊടുത്ത റിപ്ലൈയും രണ്ടും അത് ഡിലീറ്റ് ആക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അവളുടെ ലാപ്ടോപ്പിന്റെ ഫുൾ ആക്സസ് ഏതോ ഒരു ഹാക്കറിന്റെ കയ്യിലാണെന്ന്. അവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്യാമറയിലൂടെ അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നെല്ലയുടെ അടുത്തേക്ക് ബെല്ലയുടെ കോള് വരുന്നു. ജോയെ പറ്റി അന്വേഷിച്ചുകൊണ്ടാണ് അവള് വിളിക്കുന്നത്. നീ ലാസ്റ്റ് അവനോട് എന്നാ സംസാരിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. തന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വാതിൽ തുറന്നില്ല എന്നാണ് നെല്ല പറയുന്നത്. എന്നാൽ ബീന പറയുന്നു അവന്റെ സിസ്റ്റർ തന്നെ വിളിച്ചു, 4 ദിവസമായിട്ട് അവനെ കാണാനില്ല, അവര് പോലീസിലൊക്കെ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ്. ആ ബ്രേക്കപ്പിന് ശേഷം അവന്റെ ലൈഫിൽ ഒന്നും ശരിയായിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ നെല്ലയും പേടിക്കുന്നു. അവൻ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ഫ്രണ്ട്സിനെ എല്ലാം തന്നെ കോൾ ചെയ്യുന്നുണ്ട്. ആർക്കും അവനെ കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. അങ്ങനെ അവൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ആ AI പറയുന്നു, നിനക്കിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇന്നൊരു കൊളാബ് ചെയ്യാനുണ്ടെന്ന്. എന്നാൽ അതിനൊന്നും ടൈമില്ല, ക്യാൻസൽ ചെയ്യാൻ അവൾ പറയുമ്പോൾ അത് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്ന്. എന്നാൽ തൽക്കാലം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ അവൾ പറയുന്നുണ്ട്. നീ എന്താ ഇത്ര ടെൻഷൻ അടിച്ചു പോകുന്നേ എന്ന് AI ചോദിക്കുന്നുണ്ട്. ജോയെ പറ്റിയുള്ള കാര്യം AIയോട് അവൾ പറയുന്നു. എന്നാൽ AI തിരിച്ചു പറയുന്നത് ഇങ്ങനെയായിരുന്നു, നീ ആഗ്രഹിച്ചത് അവനെ എറേസ് ചെയ്ത് കളയാനല്ലേ, ഇപ്പോൾ അവൻ തന്നെ ഇല്ലാതായി, അപ്പൊ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. എല പറയുന്നുണ്ട്, ഞാൻ അവന്റെ ഫോട്ടോസ് ആണ് എറേസ് ചെയ്യാൻ പറഞ്ഞത്, അല്ലാതെ അവനെ കംപ്ലീറ്റ് ആയിട്ട് എറേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ നിന്റെ ലൈഫിൽ നിന്ന് പോകുന്നതിനും അവന്റെ മുഖം ഇനി കാണാതിരിക്കുന്നതിനും നീ സന്തോഷിക്കാണ് വേണ്ടതെന്നാണ് ആ AI പറയുന്നത്. അവളൊന്നും കേൾക്കാൻ നിൽക്കാതെ നേരെ സ്റ്റേഷനിൽ പോകുന്നുണ്ട്. എന്നാൽ ആർക്കും തന്നെ ജോയുടെ ഒരു അറിവുമില്ലായിരുന്നു. അവൾ തിരിച്ചു വന്ന ശേഷം ജോയുടെ മെയിൽ ഐഡിയും അവന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും എല്ലാം തന്നെ ഓപ്പൺ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എല്ലാത്തിന്റെയും തന്നെ പാസ്വേഡ് ആരോ മാറ്റിയിരിക്കുന്നു. അവൾക്ക് ഒന്നിലും തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് ജോയുമായിട്ട് അന്ന് ഹോട്ടലിൽ കണ്ട ആ പെൺകുട്ടിയുടെ ഐഡി എടുക്കുന്നുണ്ട്. അവളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഒരുപാട് സത്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നത്. ജോ ഉൾപ്പെടുന്ന അവരുടെ ഗ്രൂപ്പ് ആകട്ടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഗ്രൂപ്പ് ആയിരുന്നു. ഇതിൽ പലയിടത്തു നിന്നുമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ ഗ്രൂപ്പില് മന്ത്ര എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഡേറ്റ അനലിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. കരൺ എന്നായിരുന്നു അവന്റെ പേര്. അവനാകട്ടെ ആ കമ്പനിയുടെ CEO ആയ ആരിന്റെയും അവിടുത്തെ മാനേജ്മെന്റിന്റെയും കുറിച്ച് ചാർട്സുകളും മെയിലുകളും എല്ലാം തന്നെ ഇവരുമായിട്ട് ഷെയർ ചെയ്തു. അവർ യൂണിക്കോൺ എന്ന പേരിൽ വലിയൊരു പ്രോജക്ട് നടത്താനായിരുന്നു ഉദ്ദേശം. അതായത് ആൾക്കാരുടെ എല്ലാ ഡേറ്റയും അവർ മറിച്ചു വിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മന്ത്ര എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് ഷോപ്പിംഗ് ആപ്പുകളും മറ്റു പല സൈറ്റുകളും ഉണ്ട്. അതിലെല്ലാം തന്നെ ലോഗിൻ ചെയ്യുന്ന ആൾക്കാരുടെ കംപ്ലീറ്റ് ഡേറ്റയും ഇവർ ശേഖരിക്കുകയും മറിച്ച് വിൽക്കുകയും ചെയ്യും. എന്നാൽ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ജോ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു. നീ ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതാ നല്ലതെന്ന് ആ പെൺകുട്ടി അവളോട് പറയുന്നുണ്ട്. അവളാകട്ടെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ജോയുടെ അവിടെ കിടന്നിരുന്ന പഴയ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിലൂടെ അവൾക്ക് ജോയുടെ മെയിൽ ഐഡിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റി. അതിൽ കരൺ എന്ന് പറയുന്ന ഒരു പയ്യൻ ജോയ്ക്ക് അയച്ച കുറെ മെസ്സേജുകളും മെയിലുകളും അവൾ കാണുന്നുണ്ട്. അതിൽ കുറേയധികം ഫയലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാം തന്നെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അത് കാരണം അതിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൾ കരൺ ഡിസൂസയെ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴാണ് അയാൾ മരിച്ച വാർത്ത അവൾ കാണുന്നത്. വീട്ടിൽ നടന്ന ഒരു റോബറി അറ്റംപ്റ്റിനിടെയാണ് അയാൾ കൊല്ലപ്പെട്ടത്. ഇതൂടി കണ്ടതും അവൾ ആകെ പേടിച്ചു. കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുമ്പോഴാകട്ടെ ഇയാളുടെ മരണത്തെ പറ്റി മായങ്ക് എന്നൊരാളാകട്ടെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. ഈ മായങ്കും ജോയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് അവള് ചാനൽ സെർച്ച് ചെയ്തിട്ട് മായങ്കിന്റെ മെയിൽ ഐഡി എടുത്ത് അവന് മെയിൽ ചെയ്യുന്നുണ്ട്. ജോയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. തനിക്ക് യൂണിക്കോൺ പ്രൊജക്ടിനെ പറ്റി അറിയാമെന്ന് അവൾ മെസ്സേജ് അയക്കുന്നു. ജോ ഉൾപ്പെടെ എല്ലാവരും ഇത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഞാനിപ്പോൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് മായങ്ക് പറയുന്നത്. അവർ ആ കിരണിനെ
കിരണിനെ കൊന്നതാണ്, നാളെ എന്നെയും കൊല്ലും, അതുകൊണ്ട് നീ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നാട് വിട്ടു പോവുകയാണ്. പോകുന്നതിന് മുമ്പ് അവൾക്ക് ആ ഫയൽ ഓപ്പൺ ആക്കാനുള്ള പാസ്വേഡും അവൻ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അന്നത്തെ ന്യൂസ് ആയിരുന്നു അത്. ജോയുടെ ഡെഡ് ബോഡി ഒരിടത്തു നിന്നും കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ തകർന്നു പോയി. പിന്നീട് അങ്ങോട്ട് ജോയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെയാണ് കാണിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരും ചിന്തിച്ചത് അവൻ ബ്രേക്കപ്പ് ആയത് കാരണം ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെയാണ്. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞിട്ട് ആകെ തകർന്നു വന്നിരുന്ന അവളാകട്ടെ വീണ്ടും ഈ മരണത്തിന് പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ചു പോവുകയായിരുന്നു. ആ ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ അവന്റെ ഒരു വീഡിയോ അവൾ കാണുന്നുണ്ട്. അതിലവൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഞാൻ മരിച്ചു കഴിഞ്ഞായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. എന്റെ മരണത്തിന് ഉത്തരവാദി മന്ത്ര എന്ന് പറയുന്ന കമ്പനിയാണ്. കിരണിനെ കൊന്നതും അവർ തന്നെയാണ്. അവർ യൂണിക്കോൺ എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റ് ആണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലൂടെ ജനങ്ങളുടെ സകല ഡേറ്റുകളും അവർ ശേഖരിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാൻ കഴിയും. എല്ലാത്തിന്റെ പാസ്വേഡ് അവർ സ്വന്തമാക്കും. നിങ്ങൾ ഫുൾ ടൈം ഒരു ക്യാമറ നിരീക്ഷണത്തിൽ എന്ന പോലെയായിരിക്കും നിങ്ങളുടെ ഫോണുമായിട്ട് നടക്കുമ്പോൾ. ഇപ്പോൾ അവരൊരു ആപ്പ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ എന്നാണ് അതിന്റെ പേര്. എയുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്ന രീതിയാണ് ആ ആപ്പിലുള്ളത്. നിങ്ങളതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡേറ്റകളും ആ ആപ്പ് സ്വന്തമാക്കും. ഇവരിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ആപ്പ് വളരെയധികം ഡേഞ്ചർ ആണ്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ മാറ്റിപ്പറയാൻ അതിന് സാധിക്കും. നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ആക്സസ് ചെയ്ത് പോൺ വീഡിയോസ് ഉണ്ടാക്കുകയും ഏതെങ്കിലും ക്രൈം ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. ഇതൊന്നും തന്നെ തെളിയിക്കാൻ ആർക്കും പറ്റില്ല. ഇത് കേട്ടതും നെല ഞെട്ടിപ്പോയി. കാരണം അവൾ ഇത്രയും ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ആപ്പിനെ പറ്റിയാണ് അവനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പേടിച്ചു പോയി അവളാകട്ടെ പെട്ടെന്ന് തന്നെ ആ ആപ്പ് ഓപ്പൺ ആക്കുകയും ലോഗ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കമ്പനി നടത്തുന്ന ബിഗ് സ്കാമിനെ പറ്റി തന്റെ ഫ്രണ്ട് ബീനോട് അവൾ പറയുന്നു. ലീഗലായിട്ട് തങ്ങൾക്കൊന്നും ചെയ്യാൻ തന്നെ കഴിയില്ല എന്നാണ് അവൾ പറയുന്നത്. അത്രയും വലിയ കമ്പനിയാണ്. അവർ കേസൊക്കെ നിസ്സാരമായിട്ട് ക്ലോസ് ചെയ്യും. താൻ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. ഈ വീഡിയോ അവൾ അവളുടെ ചാനലിൽ അപ്ലോഡ് ആക്കാൻ ശ്രമിക്കുന്നു. വീഡിയോ അപ്ലോഡ് ഇട്ട് കഴിയുമ്പോഴാകട്ടെ അവളുടെ ക്യാമറയിൽ ഏതോ ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓൺ ആയി വരുന്നു. എന്നാൽ പുറത്ത് നോക്കുമ്പോൾ ആരും തന്നെ ഇല്ലായിരുന്നു. അവൾ പുറത്തേക്ക് പോയതും ആ ആകട്ടെ അവൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. ജോ സംസാരിച്ച കാര്യങ്ങൾക്കെല്ലാം ഓപ്പോസിറ്റ് ആണ് അതിൽ പറയുന്നത്. അതായത് ജോയുടെ മരണത്തിന് കാരണം നെലയാണെന്നും അവൾ കാരണമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെയാക്കി മാറ്റുകയായിരുന്നു ആ വീഡിയോ. അവളുടെ കമ്പ്യൂട്ടർ ഫുള്ളായിട്ട് ഹാക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാരണം അവൾ ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിച്ചു വന്നപ്പോഴേക്കും വീഡിയോ അപ്ലോഡായി. ഇതിലെ കണ്ടന്റ് മാറിയ വിവരം അവൾ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വൈറലാവുകയും അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവൻ അവൾക്കെതിരെയുള്ള ക്യാമ്പയിൻസ് നടക്കുകയായിരുന്നു. അവളുടെ ഫോളോവേഴ്സിനെ എല്ലാം തന്നെ അവൾക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും അവളെ കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോയുടെ മരണത്തിനും നെലയുടെ അറസ്റ്റിനും ശേഷം ആ മന്ത്ര എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആര്യൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ബ്രേക്കപ്പിന് ശേഷം ആൾക്കാർ ആത്മഹത്യ ചെയ്യും. അതുപോലെ പലരും ഇതുപോലെ പല പ്രശ്നങ്ങളും പോയി പെടും. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ആരോഗ്യത്തെയും എല്ലാം തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഒരു ആപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ആപ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഹെൽത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. കൺട്രോൾ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുമെന്നും അയാൾ പറയുന്നു. ആൾക്കാരുടെ മെഡിക്കൽ ഡേറ്റാസ് കൂടി മോഷ്ടിക്കാൻ വേണ്ടി പുതിയൊരു ആപ്പാണ് അവരിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയിരിക്കെ ജയിലിൽ അവളെ കാണാൻ വേണ്ടിയിട്ട് ബീനയുടെ കൂടെ ഈ മന്ത്രയുടെ ഒരു വക്കീലും വരുന്നുണ്ട്. മന്ത്രയ്ക്കെതിരെ അവള് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ജോയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും മരണത്തിന് കാരണം മന്ത്രയാണെന്നുമാണ് അവൾ പറഞ്ഞിരുന്നത്. എന്നാൽ അവൾ കൊടുത്ത ആ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ നരകതുല്യമാക്കുമെന്നാണ് ആ വക്കീല് പറയുന്നത്. മറിച്ച് ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നിന്നെപ്പറ്റി ഈ നെഗറ്റീവായിട്ട് നടക്കുന്ന എല്ലാ ക്യാമ്പയിൻസും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ഒന്നും തന്നെ അവിടെ ഉണ്ടാവില്ല. നിന്റെ ജീവിതം പഴയ പോലെയാവും. നീ ഇത്രയും കാലം സമ്പാദിച്ച കാശെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. മറിച്ച് കേസിന് പോവുകയാണെങ്കിൽ നീ ഇത്രയും കാലം സമ്പാദിച്ച എല്ലാ കാശും നിനക്ക് നഷ്ടപ്പെടും. നിനക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. എന്ത് വേണമെന്ന് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. അവരുടെ ആ ഓഫർ അവൾ സ്വീകരിക്കുകയും തന്റെ അച്ഛന്റെ ചെറിയ ബേക്കറിയിലേക്ക് അവൾ ജോലിക്ക് കയറുന്നു. അവളുടെ പഴയ സോഷ്യൽ മീഡിയ ലൈഫ് ഇപ്പോൾ ഇല്ല. അവിടെ ഇരുന്നിരുന്ന് ബോറടിച്ചപ്പോൾ അവൾ ഒരു ചാനൽ തുടങ്ങി, ഒരു ചെറിയ കുക്കിംഗ് ചാനൽ. എന്നാൽ അതിലൊരു സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖം പലർക്കും അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും മാസ്ക് ധരിച്ചിട്ടാണ് അവൾ കടയിൽ നിന്നിരുന്നത്. എന്നാൽ പോലും പലരും അവളെ മനസ്സിലാക്കാൻ തുടങ്ങി. അവൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. സന്തോഷിക്കാനേ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവളങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ നഗരത്തിലെല്ലാം തന്നെ ആ കൺട്രോൾ ആപ്പിന്റെ പരസ്യമായിരുന്നു. അവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ആയിരുന്നു അതിന്റെ മുഖം. തിരിച്ച് വീട്ടിലെത്തി അവളാകട്ടെ രണ്ടും കൽപ്പിച്ച് വീണ്ടും തന്റെ ജീവിതം ആ യുടെ സഹായത്തോടെ തന്നെ മെച്ചപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അവൾ ആ കൺട്രോൾ ആപ്പിൽ ലോഗിൻ ചെയ്യുന്നു. അതിലിപ്പോൾ പുതിയതായിട്ട് ഒരുപാട് അവതാർസ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു അവതാറിന് ജോയുടെ മുഖമായിരുന്നു. അവൾ തനിക്ക് വേണ്ടി ആ ജോയുടെ മുഖമുള്ള അവതാറിനെയാണ് സെലക്ട് ചെയ്യുന്നത്. പഴയ പോലെ അത് അവളോട് സംസാരിക്കാൻ ആരംഭിച്ചു. തന്റെ ജീവിതം ഒന്ന് ഹാപ്പിയാക്കി മാറ്റാനാണ് അവൾ ആ യോട് ആവശ്യപ്പെടുന്നത്. ആ ആപ്പ് ഉപയോഗിച്ചാൽ സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് പോലും അവൾ വീണ്ടും തന്റെ ലൈഫിന്റെ കൺട്രോൾ ആ ആപ്പിന് കൊടുക്കുന്നിടത്ത് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും യുടെ ഉപയോഗവും ഒക്കെ മനുഷ്യരുടെ ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് ഈ ഒരു മൂവിയിലൂടെ തുറന്നു കാണിക്കുന്നു. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
മറക്കണ്ട. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.